കേരള ഹോം കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ചിക്കൻ പെപ്പർ റോസ്റ്റാണ്. അതിനാവശ്യമുള്ളത് ഒരു 20 കുഞ്ഞുള്ളി ചെറുതായി മുറിച്ചത്, വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായി മുറിച്ചത്, പച്ചമുളക്, കരിവേപ്പില. ഒരു പാൻ ചൂടാവാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി വരണം. അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഉള്ളിയുടെ നിറം ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച വെളുത്തുള്ളി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായി വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കാം. ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നമുക്കിതൊന്നും കൂടി ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. അതിനുശേഷം അതിലേക്ക് ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി അധികം നൈസാവേണ്ട ആവശ്യമില്ല, ക്രഷ്ഡ് പെപ്പർ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റി പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്നും കൂടി നന്നായി മിക്സായ ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഒരു 5 മിനിറ്റ് നേരം അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കി നമുക്കത് അടച്ച് വെച്ച് വേവാൻ വെക്കാം. ഇത് അവിടുന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ തേങ്ങ കഷ്ണങ്ങൾ മുറിച്ചത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയ തേങ്ങ നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. വേറെ എരിവൊന്നും ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നില്ല, കുരുമുളകിൻ്റെ എരിവ് മാത്രമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് നമുക്ക് എരിവിനനുസരിച്ചുള്ള കുരുമുളക് നമുക്കതിന് ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങയുടെ നീരും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല തിക്ക് ഗ്രേവി ആവുന്നത് വരെ നമുക്കിത് ഒന്ന് ഇളക്കണം. അവസാനമായി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ സൂപ്പർ ടേസ്റ്റിയായ ചിക്കൻ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ.